നമസ്കാരം. കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരുള്ള എൻ്റെ ഒരു കൂട്ടുകാരി എന്നെ ഫോൺ ചെയ്തപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു വാർത്തയും കൂടി അവൾ എന്നോട് പറഞ്ഞു. അവൾ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്: സ്മൃതി, മമ്മൂക്കയ്ക്ക് ക്യാൻസർ ആണ് എന്നുള്ളൊരു ന്യൂസ് കേൾക്കുന്നുണ്ട്, സത്യമാണോ? ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. എനിക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല. ഞാൻ ഭയങ്കര സൈലന്റ് ആയിപ്പോയി. എന്നിട്ട് ഞാൻ പറഞ്ഞു, അത് സത്യമാകാൻ ഒരു സാധ്യതയില്ല, ആരെങ്കിലും വെറുതെ കെട്ടിച്ചമച്ചുണ്ടാക്കിയതായിരിക്കാം. കാരണം ഞാൻ അങ്ങനെ ഒരു ഡിസ്കഷനും കേട്ടില്ല. സോഷ്യൽ മീഡിയയിലോ വാർത്തയിലോ ഒന്നും തന്നെ ഞാൻ അങ്ങനെ ഒരു വാർത്തയോ ഡിസ്കഷനോ എങ്ങും കേട്ടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അത് വെറും ഒരു ഗോസിപ്പായിരിക്കാം. അദ്ദേഹം വല്ല ഹെൽത്ത് ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടാകാം. അത് കണ്ടിട്ട് ആരെങ്കിലും വെറുതെ കെട്ടിച്ചമച്ചുണ്ടാക്കിയ വെറും ഒരു കെട്ടുകഥ മാത്രമായിരിക്കാം. കാരണം സിനിമാ നടന്മാരെയൊക്കെ ബന്ധിപ്പിച്ച് എന്തൊക്കെ കെട്ടുകഥകളാണ് ഓരോ ആൾക്കാരും ഓരോ ദിവസവും ഉണ്ടാക്കാറുള്ളത്. അങ്ങനെയാണ് ഞാനത് കരുതിയത്. എന്നിട്ട് ഞാനതങ്ങ് വിട്ടു. അത് കുറച്ച് കഴിഞ്ഞ് ഞാൻ ഗൂഗിളിലൊക്കെ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കി ഇങ്ങനെ എന്തെങ്കിലും ഒരു വാർത്തയുണ്ടോ എന്ന്. ആ സമയത്ത് അദ്ദേഹം ഇപ്പം സിനിമാ അഭിനയത്തിൽ നിന്ന് ചെറിയൊരു ഇന്റർവെൽ എടുത്തിട്ടുണ്ട് എന്നത് മാത്രമാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. എന്നിട്ട് ഇന്ന് ഞാനിങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസ് ഒക്കെ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് മറുനാടൻ മലയാളി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ കണ്ടു. ആ വീഡിയോയുടെ തംബ്നെയിലാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ തംബ്നെയിലിനകത്ത് മമ്മൂക്കയ്ക്ക് ക്യാൻസർ ആണെന്ന് സോഷ്യൽ മീഡിയയിൽ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ആ വീഡിയോ മുഴുവനായിട്ട് കണ്ടു. അപ്പോൾ വീഡിയോ ഓപ്പൺ ആക്കുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് അത് വെറും കെട്ടുകഥ മാത്രമാണ്, ഇങ്ങനെ അനാവശ്യമായിട്ടുള്ളൊരു ഡിസ്കഷൻ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നു, അതിനെക്കുറിച്ചിട്ടായിരിക്കാം ഈ ഒരു വീഡിയോ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കണ്ടതോടുകൂടിയിട്ട് അത് ഏകദേശം കൺഫേം ആയി. അപ്പോൾ ഏതായാലും നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. 73-ാമത്തെ വയസ്സിലും യുവത്വം നിലനിർത്തുന്ന മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട നായകനാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി. മമ്മൂട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് സോഷ്യൽ മീഡിയ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. മമ്മൂട്ടി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ എത്തുന്നില്ല. നേരത്തെ ഷെഡ്യൂൾ ചെയ്തിരുന്ന ഷൂട്ടിങ്ങുകളൊക്കെ മാറ്റിവെച്ചിരിക്കുന്നു. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ആൻഡോ ജോസഫ് നിർമ്മിക്കുന്ന 100 കോടിയിലധികം ചെലവുള്ള സിനിമയുടെ ഷൂട്ടിങ്ങിൽ നിന്നും മമ്മൂട്ടി വിട്ടുനിൽക്കുന്നു എന്നാണ് സോഷ്യൽ മീഡിയ ആരോപിക്കുന്നത്. അങ്ങനെ മമ്മൂട്ടിക്ക് എന്ത് സംഭവിച്ചിരിക്കുന്നു, മമ്മൂട്ടിക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന വാർത്ത പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ദുൽഖറും അദ്ദേഹത്തിന്റെ ഷൂട്ടിംഗ് ഷെഡ്യൂൾ തെറ്റിച്ചിരിക്കുന്നു, അവധിയെടുത്തിരിക്കുന്നു. മമ്മൂട്ടിയും ദുൽഖറും ഒക്കെ ഏതാണ്ട് 1 മാസത്തോളം ഷൂട്ടിംഗിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ സജീവമായി. അതിനിടയിൽ ഒരു ട്വീറ്റ് വൈറലാവുന്നത്, വരുൺ ആർ എന്ന് പേരുള്ള മലയാള സിനിമ ഇൻഡസ്ട്രിയുമായി ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാൾ ഇങ്ങനെ ഒരു ട്വീറ്റ് ചെയ്തു: ഷൂട്ടിംഗ് പോസ്റ്റ്പോൺഡ് as Mammootty is not keeping well. He is diagnosed with a serious illness. Dulquer also has taken a break from the schedule of I'm Game, praying for a fast recovery of Mammootty. വരുണിന്റെ ഈ ട്വീറ്റ് പൊടുന്നതിനെ സോഷ്യൽ മീഡിയയിൽ വൈറലായി. നിരവധി ആളുകൾ സംശയങ്ങൾ, വാട്ട് ഈസ് ദിസ് ന്യൂസ് ഓൺ ഇൻസൈഡ് ബിറ്റ്വീൻ സുബർദിത്ത് മമ്മൂട്ടി ടേക്കിംഗ് ബ്രേക്ക് എന്ന. അപ്പോൾ അദ്ദേഹം കുറച്ച് ദിവസങ്ങളായിട്ട് സിനിമാ ജീവിതത്തിൽ നിന്ന് ചെറിയൊരു ഇന്റർവെൽ എടുത്തേക്കാണ്. അദ്ദേഹം മാത്രമല്ല, ദുൽഖർ സൽമാനും ഷൂട്ടിംഗ് നിർത്തിവെച്ച് ഒരു ഇടവേള എടുത്തേക്കാണ്. അത് രണ്ടും കൂടി ആയപ്പോഴാണ് ഇങ്ങനെ ഒരു വാർത്ത എല്ലാവരുടെ ഇടയിലേക്കും ഇങ്ങനെ പ്രചരിച്ചത്. അത് മാത്രമല്ല, വരുൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഫേസ്ബുക്ക് പോസ്റ്റും കൂടി ആയതോടുകൂടിയിട്ട് എല്ലാവരും അത് കൺഫേം ചെയ്തു. ആ പോസ്റ്റിനകത്ത് പറയുന്നത് കോളൻ ക്യാൻസർ ആണെന്നാണ്. അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ മമ്മൂക്കയ്ക്ക് സംഭവിച്ചത്, എന്ത് അസുഖമാണ് മമ്മൂക്കയ്ക്ക് എന്നുള്ളത് ഇനി പിന്നീട് ബാക്കിയുള്ള വീഡിയോയിൽ പറയുന്നുണ്ട്. അതും കൂടി നമുക്കൊന്ന് കേൾക്കാം. വിശദമായി തന്നെ ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ മണിക്കൂറുകൾ മെനക്കെട്ട് മെഡിക്കൽ മേഖലയിലും സിനിമാ മേഖലയിലും അന്വേഷണം നടത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ, മമ്മൂട്ടി തൽക്കാലത്തേക്ക് ഷൂട്ടിങ്ങിന് ബ്രേക്ക് എടുത്തു എന്നത് വാസ്തവമാണ്. കഴിഞ്ഞ കുറേ കാലമേ മമ്മൂട്ടി അകാരണമായി ഛർദ്ദിക്കുമായിരുന്നു. ഈ ഛർദ്ദിയെ തുടർന്ന് അമൃതയിലും ആസ്റ്ററിലും കാണിച്ചു എന്ന റിപ്പോർട്ടുകളുണ്ട്. മമ്മൂട്ടിയുമായി ബന്ധമുള്ള ചിലർ എന്നോട് പറഞ്ഞ് അമൃതയിൽ കാണിച്ചതാണ്. അതേസമയം അടുത്ത ബന്ധമുള്ള മറ്റു ചിലർ പറഞ്ഞത് ആസ്റ്ററിൽ കാണിച്ചതാണ്. പരിശോധനയിൽ മമ്മൂട്ടിക്ക് ക്യാൻസറിന്റെ ലക്ഷണം തുടക്കം ഉള്ളതായി കണ്ടെത്തി. കുടലിനാണ് ചെറിയ ക്യാൻസർ ബാധിച്ചിരിക്കുന്നത്. അത് ഗൗരവമായ ഒരു സ്റ്റേജിലെ അല്ല, 1ാമത്തെ സ്റ്റേജാണ്. തുടർന്ന് ചെന്നൈ അപ്പോളോയിലേക്ക് മാറ്റുകയായിരുന്നു. മമ്മൂട്ടിയുടെ മകൾ സുറുമയുടെ ഭർത്താവ് അപ്പോളോയിലെ ഡോക്ടറാണ്. അവിടെ വിശദമായ മെഡിക്കൽ പരിശോധന നടത്തി. പേടിക്കാൻ വാസ്തവത്തിൽ ചെറിയ ക്യാൻസറിന്റെ തുടക്കം മാത്രമാണ് എന്ന് വ്യക്തമായി. ബയോപ്സിക്ക് അയച്ചു, അതും സ്ഥിരീകരിച്ചു. തുടർന്ന് റേഡിയേഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. മമ്മൂട്ടി ഇപ്പോൾ ചെന്നൈയിലെ തന്റെ വീട്ടിൽ തന്നെ താമസിക്കുന്നു. ഏറെ വൈകാതെ മമ്മൂട്ടിക്ക് റേഡിയേഷൻ ഉണ്ടാവും. ആ റേഡിയേഷനോടുകൂടി ഇത് അവസാനിക്കും എന്നാണ് മെഡിക്കൽ സംഘം പറയുന്നത്. മറ്റ് കീമോ അടക്കമുള്ള ചികിത്സകൾ ആവശ്യമില്ല. ആ റേഡിയേഷനിലൂടെ മമ്മൂട്ടിയുടെ രോഗം മാറും എന്നാണ് മമ്മൂട്ടിയുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. അതായത് പേടിക്കേണ്ടതായി ഒന്നുമില്ല, ക്യാൻസറിന്റെ ചെറിയ തുടക്കമായിരുന്നു. ചെന്നൈ അപ്പോളോയിൽ അത് പരിശോധിച്ച് കണ്ടെത്തി. മമ്മൂട്ടിയുടെ മകൻ സ്വന്തമായി വലിയ പേരുള്ള നടൻ. അപ്പം സംഭവം സത്യമാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം വിളിച്ച് അന്വേഷിച്ച് കൺഫേം ചെയ്തതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ ചെയ്തേക്കുന്നത്.
അപ്പോൾ ഏതായാലും അദ്ദേഹത്തിന് അങ്ങനെ ഒരു അസുഖം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ചെറിയൊരു ട്രീറ്റ്മെന്റിലൂടെ തന്നെ ഭേദമാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിഷ്യൽ സ്റ്റേജ് ആണ്. കാരണം ഈ അസുഖത്തിന് 3 സ്റ്റേജ് ആണ് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്. തേർഡ് സ്റ്റേജിലാണ് ഈ രോഗം ഭയങ്കരമായിട്ട് മൂർച്ഛിക്കുന്നത്. ഇപ്പൊ ഫസ്റ്റ് സ്റ്റേജ് ആകുമ്പോൾ തന്നെ ചെറിയൊരു ട്രീറ്റ്മെന്റോട് കൂടി തന്നെ ഭേദമാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്യുന്നത് അത്രയും നല്ല ഡോക്ടർമാരായിരിക്കും, അത്രയും നല്ല ഹോസ്പിറ്റലൊക്കെ ആയിരിക്കും അദ്ദേഹം കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെയൊക്കെ ലൈഫിൽ പലതും ഇങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഉണ്ടാകും. നമ്മളൊന്നും പ്രതീക്ഷിക്കത്തില്ല, എന്താണ് വരാൻ പോകുന്നത് എന്ന് നമുക്ക് അറിയത്തില്ല. അപ്പൊ ഇദ്ദേഹത്തെ പോലെയുള്ള ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു അസുഖം വന്നപ്പോൾ നമ്മളെ പോലെയുള്ള ആൾക്കാർ എന്തുമാത്രം അൺഹെൽത്തി ആയിട്ടാണ് ഓരോ ദിവസവും ജീവിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണമായിക്കോട്ടെ, നമ്മൾ കുടിക്കുന്ന വെള്ളമായിക്കോട്ടെ, ശ്വസിക്കുന്ന വായു ആയിക്കോട്ടെ, അത്രയും അൺഹെൽത്തി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലാണ് നമ്മൾ ലീഡ് ചെയ്ത് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്ത് പൊക്കോണ്ടിരിക്കുന്ന അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അസുഖം വരുമ്പോൾ അൺഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്ത് പോകുന്ന നമുക്കും ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരാം. അപ്പം നമ്മൾ മാക്സിമം സൂക്ഷിച്ച് ജീവിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ അദ്ദേഹത്തിന് വേറെ കുഴപ്പമൊന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.